ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഒരു ടൂറിംഗ് പരിപാടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ്. കോന്നിയിൽ കല്ലേലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചെളിക്കുഴി എന്ന് പറഞ്ഞിടത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഫുൾ ഫാമിലിയായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഊരാളിയപ്പൻ്റെ കാവിലോട്ടൂടൊന്ന് പോകണം. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് വെക്കാം. നമ്മളിപ്പോൾ ചെളിക്കുഴി വെള്ളച്ചാട്ടത്തിലോട്ട് കയറുകയാണ്. അതിൻ്റെ മുകളിലാണ് വെള്ളച്ചാട്ടം. കുറേ ആളുകളുണ്ട്. ഇത് ഫുൾ എൻ്റെ ഫാമിലി തന്നെയാണ്. നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലോട്ട് ഇങ്ങനെ കയറാം. നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്താറായി. ഇതാണ് ചെളിക്കുഴി വെള്ളച്ചാട്ടം. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് മോശമായിപ്പോയി. വെള്ളം തീരെ കുറവാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത് നല്ല അടിച്ച് പൊളിച്ച് വെള്ളം ഏറ്റവും മേളത്തെ തട്ട്, രണ്ടാമത്തെ പാറ, മൂന്നാമത്തെ പാറയൊക്കെ തട്ടി വെള്ളം ഇവിടെ വരെ വന്ന് വീഴുമായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് വെള്ളം. ഏതായാലും ഇതുപോലെ വലിയൊരു പാറയുടെ മണ്ടയ്ക്ക് വന്ന് വെള്ളം വീഴുന്നതാണ്. കുറേ നല്ല രസമാണ്. നല്ലതെന്ന് പറഞ്ഞാൽ നല്ല തണലാണ് ഇവിടെ. നല്ല തണൽ, അടിപൊളി സ്ഥലം. ഒരു ശല്യമില്ല. നല്ല സൂപ്പർ സ്ഥലം. കോന്നിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വരത്തുള്ളൂ ഇവിടോട്ട് വരാനായിട്ട്. എല്ലാം ഊഞ്ഞാലുവള്ളികളൊക്കെ ഇഷ്ടം പോലെ ഊഞ്ഞാലുവള്ളികളുണ്ട്. കുരങ്ങും പന്നിയും ഒക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണിത്. നല്ല അടിപൊളിയായിട്ട് പക്ക കാട്, കല്ലേലിയിലുള്ള കാടിൻ്റെ നടുക്കുള്ള ഒരു വെള്ളച്ചാട്ടം. നല്ല രസമാണ്. ഫാമിലിയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ടൂറിംഗ് പ്ലേസാണ്. വെള്ളമുള്ള സമയത്ത് പറഞ്ഞു, അപ്പോഴാണ് അതിൻ്റെ ഒരു പൊളി. ഇപ്പോൾ തീരെ വെള്ളമില്ല. അപ്പം നിന്ന് കുളിക്കാൻ പരുവമായിട്ടുള്ള വെള്ളമുണ്ട്. അത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാം. തലവേദനയോ കാര്യങ്ങളൊന്നും എടുക്കത്തൊന്നുമില്ല. ഒരുപാട് വെള്ളമായി കഴിയുമ്പോഴേ ഉള്ളൂ ഈ തലയിലോട്ട് വെള്ളം വന്ന് വേണ്ടിയിട്ട് തലവേദനയൊക്കെ എടുക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, കുളിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഉള്ള വെള്ളമാണ്. നല്ല തണലാണ്. നല്ല തണലും അതിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ എറിച്ചിലിങ്ങനെ അടിച്ചിങ്ങനെ വരുമ്പോഴത്തേന് ഉള്ള ആ ഒരു തണുപ്പും നാച്ചുറൽ സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ പറയാം. അപ്പം ആ എറിച്ചിലെല്ലാം വന്ന് ക്യാമറയിലോട്ട് വീഴുന്നുണ്ട്. ഫുള്ള് ചിലപ്പോൾ ഫേഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല സൗണ്ടാണ്. വോയിസ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല, അതുപോലെ സൗണ്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമുണ്ട്. ഊരാളി അപ്പൂപ്പൻ്റെ കാവ്. അവിടോട്ടാണ് പോകാൻ പോകുന്നത്. ആ വീഡിയോ നമ്മൾ അടുത്തൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു സ്ഥലമാണ്. കോന്നിയിൽ നിന്ന് എലിയറക്കൽ വന്ന് അരുവാപ്പലത്തൂടെ കല്ലേലി പിടിക്കുക. കല്ലേലിയിൽ നിന്ന് ഏകദേശം ഒരു എലിയറക്കൽ നിന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ കാണത്തുള്ളൂ ഈ ഒരു സ്ഥലത്തോട്ട്. നല്ല രസമാണ്. ഫുള്ള് കാണുമ്പോൾ തന്നെ കാണാം. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല തണലും ശാന്തതയും അതുപോലെ തന്നെ തണുപ്പും
അടിപൊളി സ്ഥലമാണ്, നല്ല രസമാണ്. സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ടാണെങ്കിലും പോസ്റ്റ് വെഡിങ് ഷൂട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മളാ വെറുതെ കാശൊന്നും മുടക്കി ഒത്തിരി ദൂരത്തുള്ള വെള്ളച്ചാട്ടത്തിലൊന്നും പോകുന്നും വേണ്ട. നമ്മുടെ തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കടുത്ത് തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഇപ്പം നല്ല മഴയുള്ള സമയത്ത് പറഞ്ഞത്, ഇപ്പം വെള്ളം തീരെ കുറവാണ്. എങ്കിൽ തന്നെയും ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു ആംബിയൻസാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് ഇവിടുന്ന് നേരെ അപ്പൂപ്പൻകാവിലോട്ട് പോകാം.